ജീവിതത്തിൽ ആദ്യമായി പ്രിയദർശൻ കരഞ്ഞുപോയ നിമിഷം. ഇപ്പോൾ പ്രിയദർശന് പൊതുവെ കണ്ടകശനിയാണ്. എടുക്കുന്ന ചിത്രങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി പൊട്ടുന്നു. ഗീതാഞ്ജലിക്ക് ശേഷം ഇപ്പോൾ റിലീസായിരിക്കുന്ന ആമയും മുയലും ഓടി എങ്ങുമെത്തിയില്ല. പക്ഷേ എക്കാലത്തും പ്രിയദർശൻ എന്ന സംവിധായകൻ ഇന്ത്യയിലെ മികച്ച സംവിധായകരിൽ ഒരാൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. തുടർച്ചയായി കോമഡി ട്രാക്കിൽ ചിത്രമെടുത്തിരുന്ന പ്രിയൻ കാലാപാനി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ശരിക്കും ഞെട്ടിച്ചു. പിന്നീട് കാഞ്ചീവരം എന്ന ചിത്രം സംവിധാനം ചെയ്തപ്പോൾ ദേശീയ തലം വരെ ശ്രദ്ധിക്കപ്പെട്ടു. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഒരുപാട് അനുഭവിച്ച പ്രിയൻ ജീവിതത്തിൽ അന്ന് ആദ്യമായി കരഞ്ഞു. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ അച്ഛനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അപ്പോഴാണ് സംവിധായകൻ ഇക്കാര്യം ഓർത്തത്. എന്റെ സിനിമകളെക്കുറിച്ചൊന്നും അച്ഛൻ ഒരിക്കലും അഭിപ്രായം പറയുമായിരുന്നില്ല. മോഹൻലാലിനെയും ജഗതിയെയുമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. കാലാപാനി എന്ന സിനിമ കണ്ടപ്പോഴാണ് ആദ്യമായി അച്ഛൻ എന്നോട് അഭിപ്രായം പറയുന്നത്. ഇങ്ങനെ വേണം സിനിമയെടുക്കാൻ എന്ന് പറഞ്ഞു. കാഞ്ചീവരം എന്ന ചിത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോഴും ഇതുതന്നെ പറഞ്ഞു. പത്മശ്രീ ലഭിച്ചപ്പോൾ അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചു. ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ കരഞ്ഞുപോയ നിമിഷമായിരുന്നു അത്, പ്രിയൻ പറഞ്ഞു.